ഈ ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ടെങ്കിലേ എലി പാമ്പൊന്നും വരില്ലെന്ന് ശരിയാണ്. എലിയും പാമ്പും വരത്തില്ല. ചേട്ടാ വീട്ടിലേക്ക് ഞാൻ ഇതിൽ ഏതാ വാങ്ങേണ്ടത്? ഞാൻ പറയുന്നത് ഇത് മേടിക്കാനാണ് പറയുന്നത്. ഈ ഒരു മോഡൽ. ഓക്കെ. നല്ല ഫോഴ്സിലാണ് നമുക്ക്, നല്ല ഫ്ലെയിം ഉണ്ടല്ലേ? നല്ല ഫ്ലെയിം ഉണ്ട്, നല്ല ഫോഴ്സിലുമാണ് കിട്ടുന്നത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു തീം ആണ് ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അതെ, എല്ലാവരും അതുപോലെ വന്നു കഴിഞ്ഞാൽ മാലിന്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല, തെരുവ് നായയുടെ ശല്യം ഉണ്ടാകുന്നില്ല, എലി പാമ്പ് ഉണ്ടാകുന്നില്ല. എത്ര പേരുള്ള വീട്ടിലേക്കാണ് ഇതൊരു 4 പേരിനകത്തുള്ള വീട്ടുകളിലേക്ക് ഇത് പറ്റും. ഈ ടാങ്ക് മതിയാവും. സെയിൽ ചെയ്യാൻ ആർക്കും പറ്റും, ചെയ്യാൻ പറ്റും. അതെ, അതിന്റെ ആഫ്റ്റർ സർവീസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ പ്ലാന്റിന്റെ ക്വാളിറ്റി. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഏജൻസിയോ ഇടനിലക്കാരോ ആരുമില്ല. എന്നിട്ട് ഞങ്ങളുടെ പ്ലാന്റിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾ തന്നെ വിതരണം ചെയ്യുന്ന ഒരു ഇതാണ് ഞങ്ങളുടെ പവർ ബയോഗ്യാസ്. ഇത് നമ്മുടെ പച്ചക്കറിയും പഴത്തിൻ്റെയൊക്കെ വേസ്റ്റാണ്. അത് നമ്മൾ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസമാണ്, ഇന്നത്തെ വേസ്റ്റ് നാളെ ഇടും. അത് തൊട്ടടുത്ത ദിവസം ഇടുവാണെങ്കിൽ നല്ലതുപോലെ കുതിർന്ന് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാൻ അത് സഹായിക്കും. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മുടെ ഏറ്റവും ചെറിയ പ്ലാന്റ്. ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാലിന്യ സംസ്കരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ഗ്യാസിൻ്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഗ്ലാസ് വഴി. ഓക്കെ, ഇൻഡിക്കേഷൻ ഉണ്ട്. പാചകത്തിനായിട്ട് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയിട്ടാണ് ഫാക്ടറി. കൊല്ലം ജില്ലയിൽ